ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ഐറ്റം ആണ്. സെബ്രോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി സ്പീക്കർ ആണ്. ഈ ഒരു സ്പീക്കറുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. സെബ്രോണിക്സ് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പാർട്ടി സ്പീക്കറുകൾ ലോഞ്ച് ചെയ്യാറുണ്ട്. ഒരു 3-4 മാസം കൂടുമ്പോൾ 1-2 മോഡലുകൾ അവർ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണിത്. ഇതിനു മുമ്പ് സെബ്രോണിക്സിന്റെ പാർട്ടി സ്പീക്കറുകൾ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് എന്റെ സ്ക്രീനിലും ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ആ വീഡിയോയുടെ കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് പാർട്ടി സ്പീക്കറാണ് വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള പാർട്ടി സ്പീക്കേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഈ ഒരു സ്പീക്കറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ കമന്റുകൾക്കും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് അൺബോക്സ് ചെയ്തപ്പോൾ നമുക്ക് ആദ്യം ലഭിച്ചതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്, ഈ ഒരു ട്രോളി സ്പീക്കർ. ഇതിനൊപ്പം ബോക്സ് കണ്ടന്റ് ആയിട്ട് എന്തൊക്കെ വന്നിരുന്നു എന്ന് ചെക്ക് ചെയ്യാം. ഒരു റിമോട്ട് ഉണ്ടായിരുന്നു, 2 UHF വയർലെസ് മൈക്ക് ഉണ്ടായിരുന്നു, ഒരു QR കോഡ് ഉണ്ടായിരുന്നു, യൂസർ മാനുവലിന്റെ ആണ്, 2 ഇൻപുട്ട് കേബിൾ ഉണ്ടായിരുന്നു, അതേപോലെ ഒരു DC കേബിൾ ഉണ്ടായിരുന്നു, ഒരു പവർ കോഡും കൂടാണ് ഇതിനോടൊപ്പം വന്നത്. ഇനി നമുക്ക് ഈ സ്പീക്കറിന്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് നോക്കാം. 120 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് ആണ് ഈ ഒരു സ്പീക്കറിൽ വരുന്നത്. ഇതിലെ ഫുൾ റേഞ്ച് ഡ്രൈവറിന്റെ സൈസ് വരുന്നത് 30.48 സെന്റിമീറ്റർ ആണ്. ട്വീറ്ററിന്റെ സൈസ് 2.54 സെന്റിമീറ്ററുമാണ്. ഇതിൽ നൽകിയിട്ടുള്ള ഡ്രൈവർ ഫുൾ റേഞ്ച് 4 ഓംസിന്റെയും ട്വീറ്റർ 6 ഓംസിന്റെയും ആണ്. പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് 30 ഹെർട്സ് മുതൽ 18K ഹെർട്സ് വരെയുമാണ്. അപ്പം മൾട്ടി കണക്ടിവിറ്റി ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. USB കണക്ട് ചെയ്യാം, മൈക്രോ SD കാർഡ് ഉണ്ട്, ഓക്സ് കണക്ട് ചെയ്യാം, ബ്ലൂടൂത്ത് വേർഷൻ 5 ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പം TWS ഫംഗ്ഷൻ ഉണ്ട്, കരോക്കെ ആൻഡ് റെക്കോർഡിംഗ് ഉണ്ട്. ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചാർജിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത് 4 hours ആണ്. 10 hoursന്റെ ബാക്കപ്പ് കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് 50% വോളിയത്തിൽ ഇതിന്റെ RGB ലൈറ്റിംഗ് സെറ്റപ്പുകളെല്ലാം ഓഫ് ചെയ്തതിനു ശേഷമായിരിക്കും ആ ഒരു ബാക്കപ്പ് നമുക്ക് ഇതിൽ കിട്ടുക. ഇത് കാണുന്ന പോലെ അല്ല, ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. 13 കിലോ ആണ് ഇതിന്റെ വെയിറ്റ്. 13 കിലോ ഒരു പ്രശ്നമല്ല, കാരണം ഇതൊരു ട്രോളി സ്പീക്കർ ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ നൽകിയിട്ടുള്ള ഹാൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് എവിടെ വേണമെങ്കിലും വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. 2 വീൽസ് ആണ് ഇതിന്റെ ബേസിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കൂടെ കിട്ടുന്ന ഈ ഒരു റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സ്പീക്കർ ഫുള്ളി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ നൽകുന്ന ഒരു റിമോട്ട് ആണ്. നല്ല ക്വാളിറ്റിയുള്ള റിമോട്ട് ആണ്. ഇതിനൊപ്പം ഡ്യുവൽ UHF മൈക്ക് കൂടെ ലഭിക്കുന്നുണ്ട്. ഈ 2 മൈക്കുകളും നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള മൈക്കുകളാണ്. ഇതിൽ ബാറ്ററി നമ്മൾ ഇടേണ്ടതായിട്ട് വരും. റീചാർജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മൈക്ക് അല്ല ഇത്. ഇതിൽ നമ്മൾ ബാറ്ററി മാറി മാറി ഇടേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു കുറവ് എനിക്ക് ഇതിൽ തോന്നി. ബാറ്ററി സെറ്റപ്പ് കൂടെ അല്ലെങ്കിൽ റീചാർജബിൾ ബാറ്ററി സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. പക്ഷെങ്കിൽ പ്രൈസ് കട്ടിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ ആ കാര്യം ഇതിൽ ഒഴിവാക്കിയിരിക്കുന്നത്. മൈക്കിൽ പ്രത്യേകിച്ചും അധികം സെറ്റിംഗ്സ് ഒന്നുമില്ല. ഒരു പവർ ബട്ടൺ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓൺ ചെയ്യാനും ഇത് സ്പീക്കറുമായിട്ട് പെയർ ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ഇതിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും മൈക്ക് കണക്റ്റഡ് ആണോ അല്ലയോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഡിസ്പ്ലേ ആണ് മൈക്കിൽ നൽകിയിരിക്കുന്നത്. 2 മൈക്കും ഏകദേശം ഒരേപോലെയുള്ള മൈക്കുകളാണ്. ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെയാണ് ഈ ഒരു ട്രോളി സ്പീക്കറിൽ വരുന്നത്. ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലായിട്ട് ഈ നൽകിയിരിക്കുന്ന വൈറ്റ് കളറിലുള്ള ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഇത് മൊത്തം RGB ലൈറ്റിംഗ് സെറ്റപ്പ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള RGB ലൈറ്റിംഗ് പാറ്റേൺ ആണ്, സെറ്റപ്പ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ നല്ല ക്വാളിറ്റിയുള്ള ഗ്രില്ലും നൽകിയിട്ടുണ്ട്. സെൻട്രലായിട്ട് സെബ്രോണിക്സിന്റെ ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മൊത്തം ബിൽഡ് ക്വാളിറ്റി നല്ല അടിപൊളിയാണ്. ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് ഒന്നും പറയാനില്ല. അത്രയ്ക്കും നല്ല രീതിയിൽ ആണ് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിൽ നമുക്ക് ഈ ഒരു ഹാൻഡിൽ ലഭിക്കും. ഇത് നമുക്ക് ട്രോളി സ്പീക്കർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഹാൻഡിൽ നൽകിയിട്ടുള്ളത്. ഇതിങ്ങനെ ഒതുക്കി താഴേട്ട് വെക്കാനുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇതിന്റെ കൺട്രോൾസ് മൊത്തം വന്നിരിക്കുന്നത് ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഒരു സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഇതിൽ നമുക്ക് പല മോഡുകൾ ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കും. അത് ഞാൻ നിങ്ങൾക്കൊന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഈ കാണുന്ന കൺട്രോൾസ് ഉണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മോഡ്സ് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഓക്സ് കേബിൾ കണക്ട് ചെയ്യാം. അതേപോലെ ബ്ലൂടൂത്ത് മോഡാണിത്. അതിനടുത്തായിട്ട് നമുക്ക് FM-ന്റെ ഒരു ഓപ്ഷൻ കൂടെ നൽകിയിട്ടുണ്ട്. FM-ന്റെ ആന്റിനയും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ സ്കാൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് TWS ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. റെക്കോർഡ് റീപ്ലേ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. റെക്കോർഡ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതിന്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെ ഓഡിയോ ഇൻപുട്ട് പോർട്സ് നൽകിയിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് 2 പോർട്സ് നൽകിയിട്ടുണ്ട്. അതിന്റെ താഴെ മൈക്ക് ഇൻപുട്ട് പോർട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് മൈക്കും കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഗിറ്റാർ കണക്ട് ചെയ്യണമെങ്കിൽ ഗിറ്റാർ കണക്ട് ചെയ്യാം. DC ഇൻപുട്ട് 12 വാട്ട്സിന്റെ DC ഇൻപുട്ട് നമുക്ക് ഇവിടെ നിന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനിപ്പം ഇതിന്റെ ബാറ്ററി തീരുവോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്തുകൊണ്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിന്റെ താഴെയായിട്ട് ഈ കാണുന്നതാണ് ഇതിന്റെ പവർ ബട്ടൺ.
ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പവർ ഓൺ പവർ ഓഫ് ചെയ്യാൻ സാധിക്കും. AC ഇൻപുട്ട് ഇതാ ഈ കാണുന്നതാണ്. പിന്നെ ഇവിടെ കുറെ റോട്ടറി കൺട്രോൾസ് ആണ് നൽകിയിട്ടുള്ളത്. ഇത് വോളിയം ഇൻക്രീസ് ചെയ്യാനും കുറയ്ക്കാനുമായിട്ടുള്ളതാണ്. അതിന് താഴെയായിട്ട് ബേസ് എന്ന് പറയുന്ന ഒരു കൺട്രോളർ ഉണ്ട്. ഇതിൽ നമുക്ക് ഇതുപോലെ തിരിച്ചുകൊണ്ട് ബാസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് താഴെ ട്രബിൾ എന്ന് പറയുന്ന കൺട്രോളർ, പിന്നെ എക്കോ കൺട്രോൾ ചെയ്യാൻ, മൈക്കിന്റെ എക്കോ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതാ ഇതിൽ തിരിച്ചാൽ മതി. മൈക്ക് വോളിയം കൺട്രോൾ ചെയ്യാൻ ഇതാ ഇതിൽ ഇങ്ങനെ നമുക്ക് സാധിക്കുന്നതാണ്. അതിന്റെ ഇടയ്ക്കായിട്ട് ഇതാ ഇവിടെ USB പോർട്ടും മൈക്രോ SD കാർഡ് ഇടാനുള്ള പോർട്ടും ഇതാ ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കൺട്രോൾ സെറ്റിംഗ്സ് ആണ് ഈ ഒരു സ്പീക്കറിൽ നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ടി സ്പീക്കറിന്റെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 വീക്സ് ആയി. 2 വീക്സിൽ എന്റെ ഉപയോഗിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി ഇതിൽ കിട്ടുന്നുണ്ട്. 120 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് ആണ് ഇതിൽ വരുന്നത്. ഇതിന് മുമ്പ് നമ്മൾ പരിചയപ്പെട്ട 200-250 വാട്ട്സ് ഒക്കെ ഉള്ള സ്പീക്കറിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി 120 വാട്ട്സിൽ ഇതിൽ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലോണം ബേസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ബാസും ട്രബിളും ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിന്റെ ഫുൾ വോളിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി സെറ്റ് ആയിട്ടുള്ള സൗണ്ട് വരും. ഡിസ്ട്രോഷൻസിന്റെ ഇതും പ്രശ്നമില്ല. വോളിയം ഇച്ചിരി ഹൈ ലെവലിലോട്ട് പോകും. വോളിയം അത്ര കുറവല്ല, നല്ല സൗണ്ട് ഉണ്ട്. അപ്പൊ ആ സൗണ്ട് ഫുൾ സൗണ്ടിൽ നമ്മൾ ഇട്ടെന്ന് പറഞ്ഞാലും ഡിസ്ട്രോഷൻസ് ഉണ്ടായിട്ടില്ല ഇതുവരെ ഞാൻ യൂസ് ചെയ്ത സമയത്തോളം. നല്ല ബേസും ട്രബിളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് മൈക്ക് വയർഡ് ആയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഗിറ്റാർ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ DC ഇൻപുട്ട് വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഇത് എവിടെയെങ്കിലും പാർട്ടിക്കൊക്കെ കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു 19 പേരൊക്കെ കൂടുന്ന ഒരു സ്ഥലത്ത് ഒരു സ്പീക്കർ സെറ്റപ്പ് വെച്ച് നിങ്ങളൊരു പാർട്ടി സെറ്റപ്പ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു പ്രൊഡക്റ്റ് ആണിത്. TWS ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് ഇതുപോലത്തെ 2 സ്പീക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ഒരേപോലെ തന്നെ കണക്ട് ചെയ്തുകൊണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ മൈക്കിന്റെ ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. 2 മൈക്കുകൾ ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരുമാതിരിപ്പെട്ട ഒരു ചെറിയ പാർട്ടിയൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്തോളും. അപ്പൊ ഈ ഒരു പാർട്ടി സ്പീക്കറിന്റെ ഇപ്പോഴത്തെ പ്രൈസ് ആമസോണിൽ വരുന്നത് 12,000 രൂപയാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്ക്രീനിൽ ഫ്ലിപ്കാർട്ടിലെ ലിങ്കും ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു പാർട്ടി സ്പീക്കറുമായിട്ട് ബന്ധപ്പെട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ യൂസേജ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം നമ്മൾ ഈ പാർട്ടി സ്പീക്കർ ഒക്കെ വാങ്ങുന്ന അല്ലെങ്കിൽ ഏത് സ്പീക്കർ വാങ്ങിയെന്ന് പറഞ്ഞാലും ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയുടെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കേണ്ടതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നാണ്. ഈ ഒരു സ്പീക്കറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയും സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള പാർട്ടി സ്പീക്കേഴ്സിന്റെ വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും എൻഡ് സ്ക്രീനിലും ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോയുടെ കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.